ഗൈസ്, അപ്പൊ ഇന്നത്തെ കണ്ടന്റ് നമുക്ക് ചക്കയാണ് കേട്ടോ. നിങ്ങളിത് ഈ ഒരു പ്ലാവ് കണ്ടോ, ഇത് ആദ്യമായിട്ടാണ് കേട്ടോ കായ്ക്കുന്നത്. അങ്ങനെ ചക്ക വീഴുന്ന തുടങ്ങിയപ്പോഴേ നമുക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, ഇത് വരിക്ക പ്ലാവ് ആയിരിക്കണേ. അങ്ങനെ ഫസ്റ്റ് വീഴുന്ന ചക്ക പഴിപ്പിക്കണമല്ലോ. അങ്ങനെ പഴിപ്പിച്ച് നോക്കിയപ്പോൾ വരിക്കയല്ലെന്ന് മനസ്സിലായി, കൂഴിയാണെന്ന് മനസ്സിലായി. പിന്നെ ബാക്കിയുള്ള ചക്കയെല്ലാം നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ ഇന്നും ആ പ്ലാവിൽ നിന്ന് തന്നെയാണ് നമ്മൾ ചക്ക അടത്തി വേവിക്കുന്നത്. 2 ചക്ക നമ്മൾ അടത്തിയിട്ടുണ്ടായിരുന്നു, അതിൽ നിന്ന് പകുതിയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ബാക്കി വലിച്ചമാർ വീട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് ഒരുപാട് ഉണ്ടാവുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഈ ചക്ക എല്ലാം കൂടെ തന്നെ വെട്ടി വേവിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ചക്കയെല്ലാം ഒരുക്കി വന്നപ്പോഴത്തേക്ക് സമയം 12 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇതിന്റെ ചക്കപ്പൂഞ്ഞ് കൊള്ളാത്തത് കൊണ്ടാണ് കേട്ടോ നമ്മൾ എടുക്കാഞ്ഞത്. അല്ലെങ്കിൽ നമ്മൾ പൂഞ്ഞ് തോരനൊക്കെ വെക്കാറുണ്ട്. 2 രീതിയിലും ഞാൻ ചക്ക വെട്ടിപ്പറിക്കാറുണ്ട്. പക്ഷെ എനിക്ക് ഇതാണ് കേട്ടോ കുറച്ചുകൂടി സ്പീഡിൽ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഞാൻ എല്ലാ ചക്കച്ചോളയും അരിഞ്ഞെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള അരപ്പും കൂടി റെഡിയാക്കി എടുക്കണം. ചക്കയുടെ അരപ്പിന് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ പരിചയപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഞാൻ കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് അധികം തന്നെ കാന്താരി മുളകും കൂടി എടുത്തിട്ടുണ്ട്. അപ്പൊ അരപ്പൊക്കെ അരച്ചു കഴിഞ്ഞു. ഞാൻ അമ്മിക്കല്ലിലാണ് കേട്ടോ അരച്ചിരിക്കുന്നത്. അങ്ങനെ ചക്ക വെന്ത് വന്നപ്പോൾ ഞാൻ തുടുപ്പ് വെച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത് വീഡിയോ എടുക്കുന്നതും കൂടെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ചക്ക റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ മീൻകറിയാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. അപ്പം ചക്കയും മീൻകറിയും കൂടെ കഴിക്കാൻ പോവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.